ഞാനിതിനകത്ത് കോമഡി ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. ചെയ്ത് വന്നപ്പോൾ കുറച്ച് കോമഡിയായി ഞാൻ ചിരിക്കുന്നുണ്ട്. അതിലൊരു സന്തോഷം. ഇത് കോമഡി ഇല്ലാന്ന് വിചാരിക്കേണ്ട, അതിനകത്ത് അത്യാവശ്യത്തിന് കോമഡി ഉണ്ട്. നല്ല സന്തോഷമുണ്ട്. എല്ലാവരും ഫാമിലി ആയിട്ട് തിയേറ്ററിൽ തന്നെ വന്ന് കാണണം. തീർച്ചയായിട്ടും എല്ലാവരും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അർജുൻ അശോകനായാലും മുബിൻ എന്ന് പറഞ്ഞ പുതുമുഖം റാഫിഖാന് മകൻ നാദിർഷ റാഫിയ കൂട്ടിയിട്ട് വന്നപ്പോൾ ഞാൻ കോമഡി പടമാണ് ഉദ്ദേശിച്ചത്. പക്ഷെ ഇത് കോമഡി അല്ല, ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറായിട്ട്. അടിപൊളി, സൂപ്പർ സൂപ്പർ. എങ്ങനെയുണ്ട് പടം? സൂപ്പർ. അടിപൊളി, ഗംഭീരമായിട്ടുണ്ട്, അസലായിട്ട്. നിങ്ങളല്ലേ പറയണ്ടേ. എല്ലാവരും തിയേറ്ററിൽ പോയി കാണാം. ഓഡിയൻസ് ഒക്കെ നല്ല റെസ്പോൺസാണ്. മലയാള സിനിമയ്ക്ക് പുതിയൊരു നായകൻ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഏറ്റെടുത്തു. അപ്പൊ എന്താ തോന്നുന്നു? സന്തോഷമുണ്ട്. ഇനി എങ്ങോട്ട് തുടർന്നും പ്രതീക്ഷിക്കാമോ? തുടർന്നും പടം കണ്ടില്ലേ? ഒരുപാട് സന്തോഷം. നാദിർഷയുടെ പടത്തിൽ തന്നെയാണ് അഭിനയിച്ചത്. നല്ല മെസ്സേജ് വരുന്ന ഒരു സിനിമയാണ്. എന്താണ് ഇപ്പൊ അത്യാവശ്യം നല്ല രീതിയിൽ പ്രതികരണങ്ങൾ വന്നു തുടങ്ങി. എക്സ്പീരിയൻസ് നല്ല തിയേറ്ററിലെ റെസ്പോൺസ് ഒക്കെ രസമുണ്ട്. പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? എല്ലാവരും ഇത് തിയേറ്ററിൽ പോയി കാണണം. എന്തായാലും ഇത് എന്റർടൈനർ ആയിരിക്കും തീർച്ചയായിട്ടും. ആ ക്രൂ എങ്ങനെയുണ്ടായിരുന്നു? അത് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നോ? ആ, വർക്ക് ചെയ്യുമ്പോൾ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇപ്പോൾ എല്ലാവരും കാണാമെന്നതിൽ ഒരുപാട് സന്തോഷം. ആ, എല്ലാവരും ഒരുപാട് സപ്പോർട്ട് വരുന്നു. വെരി ഹാപ്പി, ഭയങ്കര സന്തോഷം. ആദ്യമായിട്ടാണ് ഞാൻ നാദിർഷ ഡയറക്ഷൻ അഭിനയിക്കുന്നത്. അതിൻ്റെ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. തിയേറ്ററിൽ എൻ്റെ റിസൾട്ട് കിട്ടിയപ്പോൾ ഒത്തിരി സന്തോഷം. നാദിർഷക്കാരൻ്റെ ആ ഒരു കൂട്ടുകെട്ട് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് പുതിയൊരു നടനെ കിട്ടി, മുബിൻ. അവൻ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അർജുനായിട്ട് ഒന്നും പറയണ്ടല്ലോ, പൊതുവെ ഉള്ള പോലെ തന്നെ പുള്ളി കിടക്കാച്ചിയായി പോലീസ് റോള് കൈകാര്യം ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ പിന്നെ പാട്ടുകൾ എടുത്തു പറയണം. പഴയ ഒരു മാപ്പിള പാട്ടിൻ്റെ ഇമ്പുള്ള ആ ഒരു സോങ് കല്യാണ വീട്, അതൊക്കെ നമുക്ക് നല്ലൊരു ആംബിയൻസിൽ നമുക്ക് എൻജോയ് ചെയ്തിരുന്ന് കാണാം. കൂടെ ഒരു ത്രില്ലർ മോഡിലും ഫീൽ ചെയ്യും. അടിപൊളി. ഞാൻ ലൊക്കേഷനിലേക്ക് കണ്ടിട്ടുള്ളതാണ് അവൻ്റെ ആക്ടിങ്. അപ്പോൾ ചെറിയ ടെൻഷൻ ഉണ്ടെങ്കിലും പക്ഷേ സ്ക്രീനിൽ കണ്ടപ്പോൾ ഫുള്ളായിട്ട് അടിപൊളിയായിട്ടുണ്ട്. പാട്ടൊക്കെ നന്നായിട്ടുണ്ട്. നല്ല അടിപൊളി പാട്ടുണ്ട്. നാദിർഷയുടെ പടത്തിൽ എന്തായാലും നമുക്കൊരു നല്ലൊരു പാട്ട് കാണാം. ഈ പടത്തിലും വന്നിട്ടുണ്ട്. റാഫിഖയുടെ നമുക്ക് പടങ്ങൾ മുന്നേറല്ലോ. ആളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കൊരു ചിരി വരും. പിന്നെ അത് എഴുത്തിലാണെങ്കിലും അദ്ദേഹത്തിന്റെ പെർഫോമൻസിലാണെങ്കിലും ഒരേപോലെ തന്നെയാണ്. ഇപ്പൊ ഹസ്ബൻഡ് ആണെങ്കിലും കുറെ നാളിന് ശേഷമല്ലേ ഇപ്പൊ തമാശ ചെയ്യണത്. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അല്ല, അതാ പറഞ്ഞേ, വ്യത്യാസമാണ്. എല്ലാ പടത്തിലും വില്ലനായിട്ടല്ലേ ചെയ്തിരിക്കണേ. ഇതിപ്പോ തമാശ ചെയ്തപ്പോഴത്തേക്കും ഒരു വ്യത്യാസം. ഇനിയിപ്പോൾ ഇങ്ങനെയുള്ള വേഷങ്ങൾ ചേരുമെന്ന് നന്നായിട്ട് മനസ്സിലായി. അടിപൊളി. പുതുമുഖം തോന്നുന്നില്ല കേട്ടോ. പുള്ളി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല പെർഫോമൻസ് ആയിരുന്നു. നല്ല നായിക. അതെ, കുടുംബം എല്ലാവരുമായിട്ട് കാണാൻ പറ്റിയ നല്ല സിനിമ. ഇങ്ങനൊരു സിനിമ വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി എന്ന ഒരു സിനിമയുടെ പേര് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരും വിചാരിക്കും എന്താണ് ഇതിൻ്റെ അകത്തുള്ളത്. നാദിർഷക്ക റാഫിക്ക അതിൻ്റെ കൂട്ടുകെട്ട് വരുമ്പോൾ ഒരു കോമഡി സിനിമയാണെന്ന് വിചാരിക്കും. പക്ഷേ ഇതൊരു കോമഡി സിനിമയല്ല, പക്ഷേ കോമഡി ഉണ്ട്. വേറൊരു ജേണറിലാണ് ആ സിനിമ ചെയ്തിരിക്കുന്നത്. ഒരു ത്രില്ലർ സിനിമയാണ്. ഈ ഒരു യുവതലമുറയ്ക്ക് ഒരു മെസ്സേജ് കൂടിയാണ് ഈ സിനിമ. പിന്നെ അത്യാവശ്യം കോമഡി ഉണ്ട്. പിന്നെ മലയാള സിനിമയ്ക്ക് മുബിൻ എന്ന പുതിയൊരു നായകനെ കൂടി കിട്ടി. ഓക്കെ, നല്ല പടമാണ്. ഫാമിലിയായിട്ടൊന്ന് കാണുക.